ചൂട് കനത്തതോടെ പക്ഷേ അതിലും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന കുറച്ചു പേരെ കൂടെ നമുക്ക് കാണാനുണ്ട്. കോന്നി ആനത്താവളത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആനകൾക്ക് പ്രത്യേക പരിചരണം ആരംഭിച്ചിരിക്കുകയാണ്. ചെറിയ ഇടവേളകളിൽ തണ്ണിമത്തനും ക്യാരറ്റും ഒക്കെ കൊടുക്കും. ആനകളെ കുളിപ്പിക്കാൻ പ്രത്യേക ഷവറും തയ്യാറാക്കിയിട്ടുണ്ട്. മുഴുവൻ സമയവും അസിസ്റ്റന്റ് ഫോറസ്റ്റ് വെറ്ററിനറി ഓഫീസറുടെ സേവനവും ഇവിടെ ലഭ്യമാണ്. ദൃശ്യങ്ങൾ കണ്ടു തുടങ്ങി. നീരാട്ടിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ നമ്മളോടൊപ്പം തത്സമയം ചേരുകയാണ്. പ്രവീൺ, നമ്മൾ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാഴ്ചയാണ് ഈ ആനക്കുളി എന്ന് പറയുന്നത്. പക്ഷേ ഇങ്ങനെ ഒന്ന് തണുപ്പിച്ച് നിർത്താതെ രക്ഷയില്ല ഈ ചൂടുകാലത്ത്, അല്ലേ? അതെ മാധു, നമുക്ക് തന്നെ ഈ കൊടും ചൂടിൽ ഒരു രക്ഷയുമില്ല. അപ്പോൾ പിന്നെ ആനകളുടെ കാര്യം പറയാനുമില്ലല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് കോന്നി ആനത്താവളത്തിലാണ്. ഇവിടെ 4 ആനകളാണുള്ളത്. ഈ കൊടും ചൂട് കണക്കിലെടുത്തുകൊണ്ട് ആനകൾക്ക് പ്രത്യേക പരിചരണം തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. അവർക്ക് ഭക്ഷണം, ഒപ്പം തന്നെ കുളിക്കാനുള്ള സൗകര്യം, അതൊക്കെ പ്രത്യേക രീതിയിൽ തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാം, 34 വയസ്സുള്ള മീന എന്ന ആനയാണ് ഷവർ ബാത്താണ് ഇപ്പോൾ നടത്തുന്നത്. ആനകളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, കാരണം കൊടും ചൂടിൽ ഇങ്ങനെ ചുള്ളി പൊട്ട് നിൽക്കുമ്പോൾ മുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ധാരധാരയായി വീഴുന്നു. അതുതന്നെ ഏറ്റവും വലിയൊരു ആശ്വാസമാണ്. ആനകളെ നമുക്കറിയാമല്ലോ, ചൂട് എന്നുള്ളത് അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് കോന്നി ആനത്താവളത്തിൽ ആനയ്ക്ക് ഷവർ ബാത്ത് അങ്ങനെ ഒരു സൗകര്യം തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇവരുടെ ഭക്ഷണക്രമത്തിലും പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ അങ്ങനെയുള്ള ഭക്ഷണ വസ്തുക്കളൊക്കെയാണ് പ്രത്യേകമായി നൽകുന്നത്. കാരണം വേനൽക്കാലമാണ്, അതുകൊണ്ട് തന്നെ വിവിധ തലത്തിലുള്ള രോഗങ്ങളൊക്കെ വരാൻ ആനകൾക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധയോടുകൂടി ആനകളെ പരിചരിക്കുന്നു. ഇപ്പോൾ ഷവർ ബാത്ത് ആണല്ലോ. ഇപ്പോൾ ഷവർ ബാത്താണ് ആനകൾക്ക്. ഇപ്പോൾ ചൂട് സംബന്ധിച്ച് നമ്മൾ വെള്ളരി, തണ്ണിമത്തന്, പിന്നെ 3 നേരം തണിപ്പീര്, ഇങ്ങനെയുള്ള ഷവർ ബാത്ത്, പിന്നെ തറയിൽ നിർത്തിയുള്ള കുളിപ്പീര്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. വളരെ കാര്യമായിട്ടാണ് ഈ സീസണിൽ നമ്മൾ ആനയെ നോക്കുന്നത്. ഉണക്ക് സീസണിൽ പൊതുവെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. എത്ര സമയം ഇങ്ങനെ കുളിപ്പിക്കും? ഇതൊരു 20 മിനിറ്റ് 25 മിനിറ്റ് ആകുമ്പോഴത്തേന് ആന ശരിക്കും തണുക്കും. നല്ലപോലെ ആനയുടെ മുഖത്ത്, ശരീരത്തിൽ വെള്ളം വീണ് ശരിക്കും തണുക്കും. ആന നല്ല കൂളിംഗ് ആണ്. ആനയ്ക്ക് സന്തോഷമാണ്, പിന്നെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് കാണാനൊരു സന്തോഷമാണ്. 4 ആനകളാണുള്ളത്. 4 ആനകളെയും മാറി മാറി തന്നെ അല്ലേ? ഒരു ദിവസം എത്ര സമയം ഇങ്ങനെ, അതായത് എത്ര തവണ ചെയ്യും ഷവർ ബാത്ത്? ഓരോ തവണയും, ബാക്കി തറയിൽ നിർത്തി 3 തവണ തണുപ്പിക്കുകയും ചെയ്യും. ഷവർ ബാത്ത് ഓരോ തവണ, എല്ലാ ആനയും കുളിപ്പിക്കും. വേനൽക്കാലമാണ്, വെള്ളത്തിനൊന്നും കുറവൊന്നുമില്ലല്ലോ. ഒരു ക്ഷാമമില്ല. നമുക്ക് 4 ബോർവെൽ കിണറാണ്, ഇഷ്ടംപോലെ വെള്ളമാണ്. ഏതാണ്ട് 2 ലക്ഷം കൊള്ളുന്ന ടാങ്കാണ്, ഞങ്ങളുടെ കൽത്താങ്കാണ്. ഇഷ്ടം പോലെ വെള്ളമുണ്ട്. ആന ആറാടുകയാണ്. ആന നീരാടുന്ന പുഴയിൽ ഇവിടെ ആറാടുകയാണ്. അത് തന്നെയാണ് ഇവർ പറയുന്നത്. പ്രത്യേക പരിചരണം തന്നെ നൽകുന്നു. നമുക്ക് ദൃശ്യത്തിൽ കാണാൻ സാധിക്കും, ധാരാളം വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെ സംബന്ധിച്ച് കുഞ്ഞുങ്ങളൊക്കെയാണ്. ആനകളെ കാണുക എന്നുള്ളത് അവർക്കും വലിയ സന്തോഷമാണ്. മറ്റൊന്ന്, ഇവിടെ ധാരാളം മരങ്ങൾ നിറഞ്ഞൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അല്പം ചൂട് കുറവുണ്ട്. എങ്ങനെയുണ്ട് ചൂട്? എങ്ങനെയുണ്ട്? നല്ല ചൂടാണ്. ആനയെ കുളിപ്പിക്കുന്നത് കണ്ടോ? മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇല്ല, വലിയ പ്രശ്നമില്ല. വിനോദസഞ്ചാരികളും ധാരാളമായി ഇവിടേക്ക് എത്തുന്നു. ഇനിയിപ്പോൾ ഒരു ആന ഏകദേശം 25 മിനിറ്റ് സമയത്തോളമാണ് ഇങ്ങനെ ഇവിടെ പ്രത്യേക സംവിധാനത്തിൽ കുളിപ്പിക്കുന്നത്. അത് ആനകളെ സംബന്ധിച്ച് വലിയ ആശ്വാസമാണ്. കൊടും ചൂടാണ്. അതുകൊണ്ട് തന്നെ കോന്നി ആനത്താവളത്തിൽ ഇങ്ങനെ പ്രത്യേക സൗകര്യം, ഷവർ ബാത്ത് സൗകര്യം തന്നെ ഒരുക്കിയത് കൊണ്ട് ആനകൾക്കും അത് വലിയൊരു ആശ്വാസമാണ്. ഒപ്പം തന്നെ പ്രത്യേക ഡോക്ടർമാരുടെ പരിചരണവുമുണ്ട്. 24 മണിക്കൂറും ആനകളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള അസുഖമൊന്നും വരാതിരിക്കുന്നതിനുള്ള പ്രത്യേക മുൻകരുതൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പ്രത്യേക സംവിധാനങ്ങൾ കോന്നി ആനത്താവളത്തിൽ ഒരുക്കിയിട്ടുള്ളത്. മാധു, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. പ്രവീണിന്റെ പിന്നിൽ ഇപ്പോഴും നീരാട്ട് തുടരുന്ന ആനയെ നമുക്ക് കാണാൻ കഴിയും. 30 വയസ്സുള്ള മീന എന്നാണ് ആനയുടെ പേര് പറഞ്ഞത് എന്ന് കേൾക്കാൻ കഴിയുന്നത്. നമ്മൾ മലയാളികൾക്ക് എത്ര കണ്ടാലും മതിയാവില്ല, അല്ലേ? ആനയും ആനക്കമ്പവും ഒക്കെ, പ്രത്യേകിച്ച് ഈ ഉത്സവകാലത്തൊക്കെ നമ്മളത് കാണാറുണ്ട്. അതേസമയത്ത് കോന്നി ആനക്കൂട്ടിൽ എല്ലാ പരിചരണവും ലഭിച്ച് കഴിയുന്ന ആനകളെ കൂടിയാണ് നമ്മൾ കണ്ടത്.